ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. എന്റെ ചാനൽ 100 സബ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളടുത്ത് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്, നന്ദിയേ പറയാനുള്ളൂ. അപ്പൊ 100 സബ് ഇന്നലെ ആയത് 99 സബിൽ സ്റ്റക്ക് ആയതായിരുന്നു. ഏകദേശം 3-4 ദിവസം 99-ലായിരുന്നു. എന്തോ വീഡിയോ ഇട്ടിട്ട് 95 100 ഇത് ആയിട്ടില്ലായിരുന്നു 3-4 ദിവസത്തേന്. അതിനുശേഷം ഒരു വീഡിയോ ഇട്ട് ഏകദേശം 100 സബ് ആയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് 99 സബിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 100 ആവാത്ത എന്താ, കാരണം ഒറ്റ സബും കൂടെ മതിയല്ലോ. അപ്പൊ അത് ആവുന്നില്ല. അപ്പൊ അതിന് ഭയങ്കര വിഷമമായിരുന്നു. ആ വിഷമം മറക്കാൻ വേണ്ടിയാണ് ഞാൻ 100 ആയെന്ന് എന്റെ മനസ്സിന്റെ അടുത്ത് 100 ആയെന്ന് ഒരു ഫോട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങ് ഇട്ടത്, വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ 100 ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത്. അപ്പം ഒരു സന്തോഷമായി, 100 ആയെന്നുള്ളൊരു തോന്നലായി. 100 ആയില്ലെങ്കിലും പറഞ്ഞപ്പോഴത്തേനും എനിക്ക് 100 ആയെന്നുള്ളൊരു തോന്നൽ സന്തോഷമൊക്കെ ആയി. എന്നിട്ട് ആ വീഡിയോയിൽ നിന്ന് തന്നെ എനിക്ക് 10-18 സബ് കിട്ടി. അത് നല്ലൊരു അത് ഭയങ്കര സന്തോഷമാണ്. 10-18 സബ് തന്നെ അതിൽ നിന്ന് തന്നെ കിട്ടി. സബ് കയറാതെ ഇരുന്നിട്ടൊരു 10-18 സബ് കിട്ടിയപ്പോഴത്തേന് വളരെയധികം സന്തോഷമായി. അപ്പൊ 117 സബ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. 3 days later. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ ചിന്തിക്കും ഇത് എന്തുവാ, ഈ വീഡിയോ എന്ത് 1 മിനിറ്റ് ഉള്ളല്ലോ. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ഒരു വീഡിയോ എടുത്തതാ, ഒരു നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ എടുത്തതായിരുന്നു. കഷ്ടപ്പെട്ടൊക്കെ ഇവിടുന്ന് 3 കിലോമീറ്റർ നടന്ന അഭിഷേകിന്റെ വീട്ടിൽ, അതായത് കഴിഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു കോമഡി വീഡിയോ ഇല്ല, അപ്പൊ അതിനകത്ത് ചുമന്ന് ഉടുപ്പിട്ടിരിക്കുന്ന അവനാണ് അഭിഷേക്. അവൻ്റെ വീട്ടിൽ പോയി വ്ളോഗ് എടുത്തായിരുന്നു. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോൾ. ആകെ 100 സബ്സ്ക്രൈബേഴ്സ് ആയെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടപ്പുള്ളൂ. അതായത് മറ്റൊരു വീഡിയോ ഞാനും അഭിഷേകും കൂടെ എടുത്ത ഒരു വ്ളോഗ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതിൻ്റെ പാട്ടാണ് നിങ്ങൾ ഇത്തിരി തൊട്ട് മുമ്പേ കണ്ടത്. അത് മാത്രമേ എൻ്റെ കയ്യിൽ കിടപ്പുള്ളൂ. ബാക്കിയുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള പാട്ടുകളെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ, ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. അതായത് ഉള്ള എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അതെങ്ങനെ ഡിലീറ്റ് ആയെന്ന് വെച്ചാൽ, ഞാൻ ഡാൻസ് കളിക്കാൻ നേരത്തെ എങ്ങാണ്ട് ഫോൺ കൊണ്ട് വെച്ച് സ്റ്റോറേജ് ഇല്ലായിരുന്നു. അപ്പോൾ സ്റ്റോറേജ് ക്ലീൻ ആക്കിയപ്പോൾ അറിയാതെ പോയത്. അപ്പം ഈ ഒരു പാട്ട് മാത്രം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു എൻഡും ഇല്ല തുടക്കവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കാര്യം മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ വീഡിയോ തുടങ്ങിയത് 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് തുടങ്ങിയ വീഡിയോ. പക്ഷേ അതിൻ്റെ അതെല്ലാം പോയി, അതിൻ്റെ പാർട്ടെല്ലാം പോയി. ആകെ ഇത് മാത്രമേ കിടപ്പുള്ളൂ. എന്തായാലും ആ വീഡിയോ ഉടനെ തന്നെ എൻ്റെ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതും കൂടെ കിടപ്പുണ്ടല്ലോ. അപ്പം ഏകദേശം എൻ്റെ ക്യാമറയ്ക്കകത്ത് എടുക്കുന്നതിനെക്കാട്ടി ക്വാളിറ്റിയുള്ള വീഡിയോ അത് കളയണ്ടല്ലോ, അതും കൂടെ കളയണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ ഈ പറയുന്ന കൂടെ ചേർത്ത് ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചാണ് ഈ രാത്രി ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ കാര്യം കണ്ടത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആ വീഡിയോ, അതായത് നേരത്തെ ഡിലീറ്റ് ആയിപ്പോയ വീഡിയോ നമ്മൾ ഉടനെ എടുക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും ശരി.